നമ്മുടെ പാലമണിയെ കുറിച്ച് വാർത്തയുണ്ട്. എന്താ? ഉടനെ തുടങ്ങുന്നു. പാപ്പാ ഒരു വയസ്സ് സിഗരറ്റ്. സിഗരറ്റില്ല പാപ്പ ഇല്ലേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൻ്റെ അടുത്ത് ഈ സിഗരറ്റ് കച്ചവടം പാടില്ല. അതിന് ഞാൻ കൊടുത്തില്ലല്ലോ. ഹലോ, ഞാനൊരു കല്യാണ വീട്ടിലാണ്, നാളെ കാണാം. ആ ഓ ശരി ശരി. ആ ഹലോ, നമ്മുടെ പാപ്പോയെ പോലീസ് പിടിച്ചു. അതൊരു പുതിയ ഇറക്കണ്ടേ? ശരി. ആമിന മോളെ, നിന്റെ കെമിസ്ട്രി ടീച്ചറുടെ വയറിളക്കം മാറിയാ? അല്ല, കെമിസ്ട്രി ബുക്ക് എടുത്ത് വെക്കണോന്ന് അറിയാൻ ചോദിച്ചതാ. നീ വെച്ച ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും മറന്നിട്ടുണ്ടാവും. എൻ്റെ അല്ലാ, നീ അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? എൻ്റെ പൊന്ന ആമിന, ഇന്നലെ രാത്രി നീ എന്തെടുക്കുകയായിരുന്നു? കണക്ക് ടീച്ചറിനെ നീ ധിക്കരിച്ചാൽ അവർക്ക് നിന്നോടുള്ള ഇഷ്ടം കുറയും. കണക്കിന് മാർക്ക് കുറഞ്ഞാൽ നിനക്ക് എങ്ങനെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടും? അപ്പിയിടുന്നതിന് ഇവൾക്കെന്തിനാ ഇത്ര സമാധാനം? നിനക്ക് നാരങ്ങ അച്ചാർ വെക്കണോ? അച്ചാർ വെച്ചോ, ദഹനത്തിന് നല്ലതാ. ഇനി ഉപ്പൂപ്പാൻ്റെ മൊഞ്ചത്തി ഒന്ന് ചിരിച്ചേ. അങ്ങനെ എൻ്റെ ആമിനാൻ്റെ മൊഞ്ച് ഈ നാട്ടിലെ തെണ്ടിപ്പിള്ളേർ ഒരിക്കലും കാണാൻ പാടില്ല. ആമിന വരാറായി. ഓ നോക്കി ഇന്നോ ഇപ്പൊ കാണാം ഒരു ചുന്ദരന്മാരി. വീടിന് കുറച്ച് മാറിയില്ല ഇവിടെ. എല്ലാവരും നടക്കോ ടിങ്കു? മണിക്കൂർ 2 വായിക്കാൻ തുടങ്ങിയിട്ട്. പോരാത്തിന്റെ വൈകിട്ട് വന്ന് വായിക്കും. ഈ അറിവുകളെല്ലാം പ്രയോഗിച്ച് തീരോ ചാവുന്നതിന് മുമ്പ്? അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. ഈ ഭൂമിയിലുള്ള എന്തിനെ കുറിച്ചും ടിങ്കുവിനറിയാം. ഈ പള്ളിക്കൂടത്തിലെ ചില സാറന്മാരെ ടിങ്കുവിൻ്റെ അടുത്താ സംശയം ചോദിക്കാൻ വരാറ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-25 വർഷം മുമ്പ് കാണാതെ പോയ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത വരുന്നുണ്ടോ എന്ന് അറിയാൻ തുടങ്ങിയ പത്രവായനയാണ്. ഒടുക്കം അമ്മയും വന്നില്ല, വായനയും നിന്നില്ല. ഷാരൂഖ് ഒരുക്കം തുടങ്ങി.
പട്ടം കിട്ടി, ഭാഗ്യം. കോളനിയിൽ ഒറ്റാമ്പിള്ളേരെ അവള് നോക്കില്ല ബാബാ. അതിലാ എനിക്കൊരു പ്രതീക്ഷ. 2 കണ്ണു മാത്രം. ആ പാവം കിളവന് നീ കൂടുതൽ ദൂരം കൊടുക്കില്ലല്ലോടാ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. പാപ്പാ വൈകുന്നേരം വരാം. നീ ഇന്ന് ടൗണിൽ പോകണുണ്ടോടാ? ഇല്ല, നാളെ. ആ പിന്നെ നീ വരുമ്പോൾ ആ തണ്ടി പിള്ളേരെ കൂട്ടണ്ട. നിന്റെ ആ കൂട്ടുകാരൻ വരും. ചായ കുടിച്ച് വെക്കണം, കാശ് തരില്ല അലവലാദികൾ. എൻ്റെ നസീറെ, ഈ ലിവറുമല എൻ്റെ ജീവിതം. ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? അത് വലിയ പ്രശ്നമില്ലേക്കാ, അതാ ഞാൻ പിന്നെ വിളിക്കാൻ. ഞാൻ ഇറങ്ങുന്നേ. നീ 3 മണിക്ക് തന്നെ വരണം. ഇന്നലെ നീ 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അത് ഞാൻ പിന്നെ അതും ഇതൊന്നുമില്ല. സ്കൂൾ വിടുമ്പോഴേക്കും ഞാനവിടെ എത്തിയില്ലെങ്കിലേ എൻ്റെ ആമനെ അവിടെ കാത്തേക്കേണ്ടി വരും. 1 മണിക്കൂറല്ലേ വേണ്ടു, അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരില്ലേ? ഇക്കയിടായിട്ട് 2 മണിക്കൂർ ലേറ്റ് ആയിട്ടല്ലേ വൈകുന്നേരം വരുന്നത്. ഞാൻ പോയിട്ട് രാത്രിയിലും വരണ്ടേ? എൻ്റെ ശമ്പളത്തിൽ നിന്ന് നല്ലൊരു വീതം നിനക്ക് തരുന്നത് വെറുതെയാണ്. സൂക്ഷിച്ചു പോ. ഹായ് ബ്ലാക്ക് മോളി. കുറച്ചും കൂടി ഇങ്ങ് അടുത്ത് വാടാ. എന്നിട്ട് ഈ ദോശക്കല്ലെടുത്ത് വണ്ടിയിലോട്ട് വെച്ചോ. പാപ്പയുടെ കാര്യത്തിൽ തീരുമാനമാകും തല വെറുപ്പിക്കല. നമ്മളങ്ങോട്ട് ഇറങ്ങുക. ദോശതാ, അല്ലെങ്കിൽ പട്ടിണിയാവും. ഞാൻ ആ ഓനച്ചനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ചീത്ത പറഞ്ഞു. അവനിങ്ങ് വരട്ടെ, എന്റെ കാലും കഴിഞ്ഞ് തല്ലോടിക്കും ഞാൻ. അതൊന്നും വേണ്ട. അങ്ങനെ ഏതാ പാപ്പോയി ഇറങ്ങാൻ ഇനിയും ലേറ്റാവും. ഒരു പുൽസയും കാണാ. ഓടാ. എടാ ഓനച്ചൻ വരുമ്പോ ഒന്ന് വിളിക്കണേ. ആ ചേച്ചി.